ഹരിയാനയിൽ ജാട്ട് ദളിത് ന്യൂനപക്ഷ വോട്ടുകളുടെ പിൻബലത്തിൽ ജയിക്കാമെന്ന കോൺഗ്രസ് കണക്കുകൂട്ടലാണ് തകർന്നടിച്ചത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ ജാതി രാഷ്ട്രീയം കൊണ്ട് മറികടക്കാൻ BJPക്ക് കഴിഞ്ഞു. ഭൂപീന്ദർ ഹൂഡ പ്രതിനിധാനം ചെയ്യുന്ന ജാട്ട് വിഭാഗത്തെ ഒറ്റപ്പെടുത്തി. മറ്റ് എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തി. ജാട്ടുകളുടെ ഭരണം മടങ്ങി വരുന്നുവെന്ന ഭയം ഇതര വിഭാഗങ്ങൾക്കിടയിൽ BJP വിജയകരമായി പ്രചരിപ്പിച്ചു. ഒപ്പം 21% വരുന്ന ദളിത് വിഭാഗത്തെയും എല്ലാ പിന്നാക്കക്കാരെയും കൂടെ കൂട്ടാൻ BJPക്കായി. ഹൂഡ കുടുംബത്തിനെതിരെ ശൈലജ ഇടഞ്ഞതും BJPക്ക് ഗുണം ചെയ്തു. കർഷക സമരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഹരിയാന. സമരം ചെയ്ത ഗുസ്തി താരങ്ങളുടെ സ്ഥലവും ഹരിയാന തന്നെ. ഇവയൊന്നും തന്നെ കോൺഗ്രസിന് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതുമില്ല. ജാട്ട് മേഖലയിൽ പോലും BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന പ്രചരണവും അടിസ്ഥാന വോട്ടർമാരെ പിടിച്ചു നിർത്താൻ സാധിച്ചതും BJPക്ക് ഗുണമായി. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിനൊപ്പം മത്സരിച്ചിട്ടും വോട്ടും സീറ്റും കുറഞ്ഞതെങ്ങനെയെന്ന് കോൺഗ്രസിന് വലിയ പഠനങ്ങൾ നടത്തി കണ്ടെത്തേണ്ടി വരും. 370 അനുച്ഛേദം റദ്ദാക്കലടക്കമുള്ള വിഷയങ്ങളിൽ നാഷണൽ കോൺഫറൻസുമായി ഏതറ്റം വരെ കോൺഗ്രസിന് പോകാൻ കഴിയുമെന്നത് കണ്ടറിയണം. ഇതിനെല്ലാം പുറമെ വലിയ അധികാരങ്ങളൊന്നുമില്ലാത്ത സർക്കാരാണ് ജമ്മു കാശ്മീരിൽ വരുന്നത്. ക്രമസമാധാന പാലനമടക്കം ലഫ്റ്റനന്റ് ഗവർണറിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തവുമാണ്. ഹരിയാനയിലെ ഈ വിജയം മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഡൽഹി തെരഞ്ഞെടുപ്പുകളെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ BJPയെ സഹായിക്കും. മോദി ബ്രാൻഡ് അവസാനിച്ചിട്ടില്ല എന്ന BJP ഇനി ഉറച്ചു വിളിച്ചു പറയും. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.